മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അപ്പോ ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കേട്ടോ, എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ ഓക്കെ. ഇന്നലെ വെയിലല്ലേ തെരേസ? ഓക്കെ. അപ്പൊ എല്ലാവരും ഇന്നലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടായിരുന്നില്ലേ? കണ്ടല്ലേ? ഓക്കെ. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എല്ലാം ടീച്ചർ പറഞ്ഞു തന്നായിരുന്നില്ലേ? മനസ്സിലായല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞായിരുന്നോ നമ്മള് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞായിരുന്നു. പ്രയർ ഉണ്ട്, സൈൻ ഇൻ ഉണ്ട്, സൈൻ ഔട്ട് ഉണ്ട്. ഓക്കെ. ആദ്യം നമ്മള് പ്രയർ തുടങ്ങിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു സൈൻ ഇൻ പറയും. സൈൻ ഇൻ പറയുന്നത് ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ടീച്ചറിനെയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റുഡൻസിനെയും വെൽക്കം ചെയ്യുന്നതാണ്. ആ സൈൻ ഇൻ നമുക്ക് പാട്ടിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ കഥയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസിലൂടെ ചെയ്യാം, അതുപോലെ ഡിഗ്രിയിലൂടെ ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും താങ്ക്സ് പറയുന്നതിന് എക്സ്പെക്ട് ടീച്ചർ. ഓക്കെ. അതായത് ടീച്ചറിനും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റുഡൻസിനും താങ്ക്സ് പറയുന്നതിന് സൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം ഈ 3 കാര്യങ്ങളും ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇന്ന് ആരെങ്കിലും പ്രയർ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും റെഡിയാണോ ചെയ്യാനായിട്ട്? പ്രയർ ചെയ്യാനായിട്ട്? ഇല്ല, ആരും പ്രിപ്പയർ അല്ല. സ്കൂളിൽ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന മതിയാകും. ഗ്ലാഡിസ് പ്രയർ ചെയ്യാമോ? ചെയ്യാം മാം. ഓക്കെ, വെരി ഗുഡ്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ഓക്കെ, നന്നായിരുന്നില്ലേ? ഗ്ലാഡിസിന്റെ പ്രയർ നന്നായിരുന്നില്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ? ഒരു തമ്പിട്ടാ മതി, അല്ലെങ്കിൽ ഇമോജീസ് ഇട്ടാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങള് മാറി മാറി, നമുക്ക് ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ തുടക്കം തന്നെ ഒരു പ്രയറിലൂടെ ആയാലും നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ സൈൻ ഇൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എല്ലാവരും തന്നെ മാറി മാറി ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ തുടക്കത്തിലായതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പതിയെ പതിയെ അത് ചെയ്ത് ശീലമായിക്കോളും കേട്ടോ. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള സൈനിറ്റും അതുപോലെ തന്നെ പ്രയർ ഒക്കെ ചെയ്താൽ മതി. നമ്മൾ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, പേര് മനസ്സിലായല്ലോ? അശ്വതി. എനിക്ക് നിങ്ങളുടെ ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. എല്ലാ ട്യൂസ്ഡേയും ക്ലാസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ടീച്ചർ ശില്പ
ആരാണ്? ആരുടെയോ ഓഡിയോ ആണാണല്ലോ. ഞാനാണ് മാം. ഒന്ന് ചെയ്യാമോ? സൈൻ ഇൻ ചെയ്യാനാണോ? അതെ അതെ. സൈൻ ഇൻ ചെയ്യാനാണോ? ഓക്കെ, വെരി ഗുഡ്, ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ശില്പ ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? ആരാണ് ചെയ്യുന്നേ? ഇല്ല മാം. ഇല്ല, ചെയ്യുന്നില്ല. ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. എല്ലാവരുടെയും ഓഡിയോ മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കുക. ഓക്കെ, ഒരു 39ഓളം പേര് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ പരിചയപ്പെടാം അല്ലേ? നിങ്ങളുടെ പേര് പറയാ, സ്ഥലം പറയാ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്കിംഗ് ആണോ, ഹൗസ് വൈഫ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അതൊക്കെ പറയും. ഇപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. എല്ലാരും കൂടി ഒരുമിച്ച് പറയണ്ടേ കേട്ടോ. ഓക്കെ. അരുണിക അഖിൽ ഉണ്ടോ? അരുണിക അഖിൽ. ഹലോ. ഉണ്ട്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ മോളെ? എന്റെ പേര് അരുണിക അഖിൽ എന്നാണ്. ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. ഞാൻ കുട്ടിയുണ്ട്, എനിക്ക് 2 പേരുണ്ട്. മൂത്താള് 4 വയസ്സ്, ഇളയാൾക്ക് 7 മാസമായിട്ടുള്ളൂ. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, കുട്ടികളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ദിവ്യശ്രീ ദേവദാസ്. ദിവ്യശ്രീ. ഹായ്, എൻ്റെ പേര് ദിവ്യശ്രീ. എന്റെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ്. ഇപ്പൊ ഞാൻ അബുദാബിയിലാണ്. എനിക്കൊരു മകനുണ്ട്, 22 വയസ്സായി. മാസ്റ്റർ ഡിഗ്രി ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, രേവതി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. രേവതി. ഓക്കെ. ഒന്നിലധികം കൂടുതൽ ആളുകൾ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ദെൻ അബ്ദുൾ ഖാദർ. ഫെയിൽ നെയിം ആണ് കേട്ടോ, അബ്ദുൾ ഖാദർ. സർ, എന്റെ പേര് സുമയ്യ, വീട് ആലുവയിലാണ്. 3 പിള്ളേരുണ്ട്. ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കണ, ഒരാള് 4ൽ പഠിക്കണ, ഒരാള് പ്രീ KG ആണ്. വെരി ഗുഡ്. ദെൻ അമ്മൂസ്. അമ്മൂസ് ഉണ്ടോ? അമ്മൂസ്. ഓക്കെ. നെക്സ്റ്റ് വിളിക്കാൻ ഞാൻ അനിരാജ് റോസസ്. അനിരാജ്. മാം, എന്റെ പേര് അനിരാജ് പാട്ടത്. മാരീഡ് ആണ്. ഹസ്ബൻഡ് ഒമാനിലാണ്. ഞാൻ റിലയൻസിലായിരുന്നു വർക്ക് ചെയ്തത്. റീസെന്റ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തേ ഉള്ളൂ. എന്റെ വീട്ടില് അമ്മ, ചേട്ടൻ. വെരി ഗുഡ്. ദെൻ അഞ്ജന പ്രസാദ്. അഞ്ജന പ്രസാദ്. ഹലോ മാഡം, എൻ്റെ പേര് അഞ്ജന. ഞാൻ കൊല്ലത്താണ്, ഇപ്പോൾ ദുബായിലാണ്. എനിക്ക് ഒരു മോളുണ്ട്, ഗ്രേഡ് 1ലാണ് പഠിക്കുന്നത്.
താങ്ക് യു. ആദ്യമായിട്ടാണ് അവിടെ ഒരു ടെൻഷൻ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്നെ കണ്ടിട്ട് ടെൻഷനാണ്, എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളപ്പോ ഞാൻ മിണ്ടാതിരിക്കുകയും ചെയ്യാറ്. ആദ്യമായിട്ട് അപ്പോഴേ. ഓക്കെ, നമ്മള് സംസാരിക്കണം കേട്ടോ. നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് കേട്ടോ. മിണ്ടാതിരിക്കരുത് ആരും. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. Then next one, Alia Lito. Alia. ഹായ് മാം, എൻ്റെ പേര് ബജിത ലിൻഡോ. വീട് തൃശ്ശൂർ ജില്ലയിലെ അനന്തപുരത്താണ്. വീട്ടില് ഇപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു മോളും ഒരു മോനും. മോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മോൻ UKG. ഇപ്പൊ ഒന്നും ചെയ്യണില്ല, ഹൗസ് വൈഫാണ്. താങ്ക് യു. Okay, okay, very good. Then Anu Sachi. Anu Sachi. ഹായ്, ഗുഡ് മോർണിംഗ് മാം. Good എന്റെ morning. പേര് അനു. ഇപ്പൊ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആണ്. ഹസ്ബൻഡ് അബ്രോഡ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഹൗസ് വൈഫാണ്. 2 മക്കളുണ്ട്. മൂത്താള് 7-ല്, രണ്ടാമത്താള് 3-ാം ക്ലാസ്സില്. Oh. Then Anwar Vibai. Anwar. Anwar ഉണ്ടോ? Anwar Vibai എന്നാണ് പ്രൊഫൈൽ നെയിം കിടക്കുന്നത്. Then next one, Aparna. Aparna ഉണ്ടോ? ഹലോ മാം. ഹലോ. ഹലോ, ഞാൻ ഹൗസ് വൈഫാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്, തൃശ്ശൂര് അമ്മാടം. പിന്നെ 2 കുട്ടികളാണുള്ളത്. ഒരാള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് അംഗൻവാടിയിൽ. കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ടെൻഷൻ ഉള്ളത്. ടെൻഷൻ അല്ല, ഞാൻ ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ സംസാരിക്കാറില്ല, അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളൂ കേട്ടോ. ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ പേടിയൊക്കെ മാറിക്കോളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആക്റ്റീവായിട്ട് നിൽക്കട്ടെ, എനർജറ്റിക് ആവണ്ടേ, എല്ലാരും നമ്മളെ തിരിച്ചറിയണ്ടേ. ഓക്കെ. Then Archana is Archana. ഹലോ മാം. ഹലോ. ഹലോ, ഞാൻ വടക്കഞ്ചേരി നിന്നാണ്. ഞാൻ വടക്കഞ്ചേരി, പാലക്കാട്. പാലക്കാട്. ഞാൻ സ്റ്റുഡന്റ് ആണ്. എന്തിനാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി ആയിരുന്നു. ഓക്കെ. ഞാൻ പറയുന്ന ആളുകൾ മാത്രം ഐക്കോൺ ചെയ്താൽ മതി കേട്ടോ. അശ്വതി ബിജു. ഗുഡ് മോർണിംഗ് മാം, എൻ്റെ പേര് അശ്വതി. ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, 1 ഇയർ ആയിട്ടുള്ളൂ. എൻ്റെ വീട് എറണാകുളത്ത് പുക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളത്ത് എവിടെയാ? പുക്കാട്ടുപടി. അശ്വതി സീരിയസ് ഉണ്ടോ? ഗുഡ് മോർണിംഗ് മിസ്, എൻ്റെ പേര് അശ്വതി. എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. എനിക്ക് 2 പിള്ളേരാണുള്ളത്. ഒരാൾക്ക് 2.5 വയസ്സും ഒരാൾക്ക് 7 മാസം. അശ്വതി സുനിൽ. അശ്വതി സുനിൽ ഉണ്ടോ? ഹായ്, എൻ്റെ പേര് ബിൻഷ നിഷാദ്. ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്, ഹരിപ്പാട് ഭാഗത്താണ്. കേൾക്കുന്നില്ല. അൻവർ വിവൈ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എൻ്റെ പേര് ബിൻഷ നിഷാദ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. ഒരാൾ 2ാം ക്ലാസ്സിൽ, ഒരാൾ അംഗനവാടി പഠിക്കുന്നു.
ഓക്കെ ഓക്കെ. ദിവ്യശ്രീ ദേവദാസ്. മേഡം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്റെ പേര് ദിവ്യശ്രീ, വീട് ഇരിഞ്ഞാലക്കുട. ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമേ ചോദിച്ചല്ലേ. അടുത്തത് ഗ്ലാഡിസ് ഏഷർ അബിൻ. ഗ്ലാഡിസ്. യെസ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം, എന്റെ വീട് എറണാകുളം ജില്ലയില് ആരക്കുന്നത്താണ്, മുളന്തുരുത്തി ആരക്കുന്നം. എനിക്ക് 3 മക്കളാണ്. ഒരു മോളും 2 ആൺകുട്ടികളും. ഇളയാള് മോനാണ്, അവൻ അംഗനവാടിയിൽ പോകുന്നു. പിന്നെ മൂത്ത 2 പേരും 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ട്വിൻസ് അല്ല, പക്ഷെ 2ആളും 4th-ലാണ് പഠിക്കുന്നത്. മോൾ എന്റെ അല്ല, എന്റെ ചേച്ചിയുടെ മോളാണ്. ഞങ്ങളുടെ കൂടെയാണ് ഇപ്പൊ 2.5 വർഷമായിട്ട്. ചേച്ചിയൊക്കെ അബ്രോഡ് ആയതുകൊണ്ട്. വെരി ഗുഡ്. ജദീദ എന്നാണ് പേര്. ജദീദ KJ. ജെമിനി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ജെമിനി എന്നാണ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. ആ, എന്റെ വീട് അട്ടപ്പാടിയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 10ൽ പഠിക്കുന്നു, ഒരാൾ 8ൽ പഠിക്കുന്നു. ഹൗസ് വൈഫാണ്. ജെറിമോൾ മാത്യു. കൃഷ്ണപ്രഭ KU. ഹലോ മിസ്, എന്റെ പേര് കൃഷ്ണപ്രഭ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് നിന്നാണ് വരുന്നത്. വീട്ടിലെ അച്ഛനമ്മ ചേച്ചി ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ SSLC പ്രിപ്പയർ ചെയ്യാണ്. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അക്കൗണ്ടന്റ് ആയിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. എനിക്കൊരു വയസ്സുള്ള ഒരു മോനുണ്ട്. മിന്നുമോൾ തങ്കച്ചൻ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ആലപ്പുഴ പുറക്കാട് നിന്നാണ് വരുന്നത്. ഞാനിപ്പോ ഹൗസ് വൈഫാണ്. എനിക്കൊരു മോളുണ്ട്, 3 വയസ്സ്, അംഗനവാടി പോകുന്നു. മിറിയ അനൂപ്. മുബാഷിറ ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. എന്റെ പേര് മുബഷിറ. ഞാൻ എറണാകുളം പനങ്ങാട് നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കുറച്ചാൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ഇപ്പൊ ഈ കോഴ്സ് ജോയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഹലോ മാം. മിരിയ അനൂപ്. എൻ്റെ പേര് മിരിയ. വൈക്കത്താണ് വീട്. മാരീഡാണ്. ഹസ്ബൻഡ് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. 2 പിള്ളേരുണ്ട്. ഒരാൾ LKG-യിലും, രണ്ടാമത്തെ ആള് 2 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ് വർക്ക് ചെയ്യുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് മിസ്യ. ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങലാണ് സ്ഥലം. എനിക്ക് 2 മക്കളാണ്. മൂത്താള് +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 5th പഠിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് 1 വർഷവും 8 മാസമായി. ഞങ്ങൾ മാത്രമാണ് വീട്ടിൽ. ഹലോ മാം, എന്റെ പേര് നൂരിഷ. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആള് 6ൽ പഠിക്കുന്നു, മോൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ വീട് ആലപ്പുഴ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ എന്ന് പറയും, അവിടെയാണ് എന്റെ വീട്. ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഉണ്ട്. താങ്ക് യു.
പ്രവിത സനീഷ്. പ്രവിത. ഹലോ മാം, എൻ്റെ പേര് പ്രവിത. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് 6th പഠിക്കുന്നു, ഒരാള് 2.5 വയസ്സായിട്ടുള്ളൂ. ഹസ്ബൻഡ് പുറത്താണ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ പെരിഞ്ഞനം. ഓക്കെ. രാജീവ് പ്രവീൺ ഉണ്ടോ? യെസ് മാം. എൻ്റെ പേര് രാജീവ്. തൃശ്ശൂർ ജില്ലയിലെ മുളവൻപുഴയിലാണ് വീട്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് 5ാം ക്ലാസ്സിൽ, ഒരാള് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല, വർക്ക് ചെയ്തിരുന്നു, അക്കൗണ്ടന്റ് ആയിരുന്നു ഓഷനില്. വർക്ക് ചെയ്യണമെന്നില്ല. താങ്ക് യു മാം. റീന എസ് ജോസഫ്. റീന. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഞാൻ റീന ജോസഫ്. ഞാൻ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി കോട്ടയമാണ്. എനിക്ക് 2.5 വയസ്സുള്ള ഒരു മോനുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. രഞ്ജിനി അനിൽകുമാർ. രഞ്ജിനി. ഹലോ മാം, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റിൻസി. ഞാൻ എറണാകുളം കിഴക്കമ്പലം. ഞാൻ ഒരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഇപ്പം അത് കഴിഞ്ഞു. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് 8ലും, മൂത്താള് 8ല്, രണ്ടാമത്താള് UKG. മോനും മോളും. രേഷ്മ PS ഉണ്ടോ? രേഷ്മ PS. മാഡം, എൻ്റെ പേര് രേഷ്മ. എൻ്റെ സ്ഥലം പാലക്കാട് വടക്കഞ്ചേരിയിലാണ്. എനിക്കൊരു മോളുണ്ട്, 2 വയസ്സാണ്. ഇപ്പൊ ഞാൻ മെഡിക്കൽ കോഡിംഗ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹലോ മാം, എൻ്റെ വീട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. 3 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്. താങ്ക് യു. റിനി പ്രമോദ് ഉണ്ടോ? റിനി പ്രമോദ്. റിനി പ്രമോദ്. ഓക്കെ. അടുത്തത് റിയ ഇസ്മയിൽ. റിയ. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഹലോ മാഡം. എൻ്റെ പേര് റിയ. ഞാൻ ഇപ്പോൾ മസ്കറ്റിലാണ് ഉള്ളത്. കല്യാണം കഴിച്ചേക്കുന്നത് എടവനക്കാട് ആണ്. പ്രോപ്പർ പ്ലേസ് തൃശ്ശൂരാണ്. ഒരു മോളുണ്ട്. റോസ്മേരി. റോസ്മേരി ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം, എൻ്റെ പേര് റോസ്മേരി. ഞാൻ അങ്കമാലി കറുകുറ്റിയാണ് വീട്. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു, പിന്നെ അത് റിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങി വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. 3 മക്കളാണ് എനിക്ക്, 3 ആൺപിള്ളേര്. സൽമാനൂർ. സൽമാനൂർ ഉണ്ടോ? സൽമ. ഹായ് മാം, എൻ്റെ പേര് സൽമ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ അവിടെയാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾക്ക് 4 വയസ്സ്, അംഗനവാടി പഠിക്കുന്നു. ഒരാൾക്ക് 2 വയസ്സ്. ഹസ്ബൻഡ് നാട്ടിലില്ല, ഇവിടെ സൗദിയിലാണ്. സംന ശ്രീജു. സംന. ഹലോ മാം, എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂര് കൂത്തുപറമ്പാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മോൻ 8ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ മോൻ 2ാം ക്ലാസ്സിലാണ്. ഹസ്ബൻഡ് നാട്ടില് വർക്ക് ചെയ്യുന്നു. സനില EP ഉണ്ടോ? സനില EP. യെസ് മാം, ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് സനില. എൻ്റെ വീട് വരാപ്പുഴയിലാണ്, എറണാകുളം വരാപ്പുഴ. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മോനും 5ാം ക്ലാസ്സിലും അങ്കണവാടിയിലായിട്ട് പഠിക്കുന്നു. ഞാൻ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് ചെറിയ റീസെല്ലിംഗ് ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. സറീന സക്കീർ. സറീന. എൻ്റെ പേര് സെറീന. ഞാൻ തൃശ്ശൂര് ചന്ദ്രാപ്പിന്നിയാണ് സ്ഥലം. 2 മക്കളുണ്ട്. ഒരാൾക്ക് 2 വയസ്സ്, ഒരാൾ 6ൽ പഠിക്കുന്നത്. ഹസ്ബൻഡ് നാട്ടിലുണ്ട്. ശരത്തി ഉണ്ടോ? ശരത്തി.
ഹലോ മാഡം, എൻ്റെ പേര് ജ്ഞാനമണി എന്നാണ്. ഞങ്ങള് മുണ്ടക്കയം എന്ന് പറയും, കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം പുഞ്ചയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് 5ാം ക്ലാസ്സിലും ഒരാള് 3 വയസ്സായുള്ളൂ. അംഗനവാടി വിടാൻ തുടങ്ങിയില്ല. ഇപ്പം അവൻ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. താങ്ക് യു മിസ്. ഓക്കെ. ശില്പ പ്രസാദ്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എൻ്റെ പേര് പറഞ്ഞോളൂ. സ്ഥലത്താണ്. കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം എന്ന സ്ഥലത്താണ്. എനിക്ക് UKG പഠിക്കുന്ന ഒരു മോനുണ്ട്. ഹസ്ബൻഡ് അബ്രോഡാണ്, ബഹ്റിനിലാണ്. ഞാൻ ഒരു 8 വർഷത്തിന് പ്ലസ് ടു കഴിഞ്ഞിട്ട് CTTC ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്തില്ല, മോനായ പിന്നെ ഹൗസ് വൈഫ് ആയിട്ട് തന്നെ ഇരുന്നു. താങ്ക് യു. ഓക്കെ. ജദീദ കേക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മൈക്ക് ഓൺ ആണ്. കേൾക്കുന്നുണ്ടോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹലോ ജദീദ. ഓക്കെ, then ടീന ടോമി ഉണ്ടോ? ടീന ടോമി. ഗുഡ് മോർണിംഗ് മാം. ഹലോ ഫ്രണ്ട്സ്, മോർണിംഗ്. എൻ്റെ പേര് ടീന ടോമി. ഞാൻ എറണാകുളം ജില്ലയിലെ ഞാറക്കൽ നിന്നാണ്. ഹസ്ബൻഡ് ഫാർമസിസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ട്രിപ്ലെറ്റ്സ് ആണ്, 3 പേരാണ്. അവർക്ക് 1.5 വയസ്സ്. താങ്ക് യു മിസ്. തെരേസ രാജു. ഗുഡ് മോർണിംഗ് മാഡം. എൻ്റെ പേര് തെരേസ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പാതിരാപ്പള്ളി, ആലപ്പുഴ പ്രോപ്പർ. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, എനിക്ക് 2 അനിയത്തിമാരാണ്. ഉഷ കീർത്തി. ഉഷയുണ്ടോ? യെസ് മാം. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ഉഷ. ഞാനിവിടെ എറണാകുളം മഞ്ഞുമ്മൽ. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിവിടെ കടവന്ത്ര സ്കൂളിൽ. ഞാനൊരു 2 കുട്ടികളാണ്. എനിക്കിപ്പോ ഞാൻ ലീവാണ്, അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ബട്ട് ഇനി എനിക്ക് റെക്കോർഡഡ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ്. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നമ്മള് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ? സന്തോഷമായോ? ഹാപ്പിയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഓക്കെ. അപ്പോ നമ്മള് ഷംസ് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത്, നിങ്ങളും സംസാരിക്കണം കേട്ടോ. ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്, ഒരു ലെസൺ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കതിൽ നോളജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ തുറന്ന് പറയാം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. മനസ്സിലായോ? അപ്പോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ കേട്ടോ, എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. അപ്പോ എനിക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്കും കൂടി ഒരു മല പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കില്ലേ? ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നേ? അപ്പൊ അങ്ങനെയാണ് പോവാ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട്? യെസ് മാം.
മാം ക്ലാസ്സിന് ശേഷം ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യോ അതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് തരുമോ എങ്ങനെയാ അത് മറ്റേത് ഇപ്പോൾ ഉള്ളത് ഇവിടെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങളെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പരസ്പരം, അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അത് എല്ലാ കുട്ടികളും എല്ലാ ബാച്ചസും ചെയ്യുന്നതാണ്. അപ്പോ ഒരാള് ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ട് വെച്ചിട്ട് അയാള് എല്ലാവരുടെയും നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്യും. ഇപ്പൊ ക്ലാസ് സമയത്ത് തന്നെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാല് ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ തന്നെ ആദ്യം ഈ ഒരാഴ്ച നിങ്ങൾ തന്നെ തമ്മിൽ സ്വയം ഒന്ന് പരിചയപ്പെടുക കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ലെസണിലോട്ട് കിടക്കാം. ടെൻഷനൊന്നുമില്ലല്ലോ? ഞാന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണോ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ എന്തായാലും നിങ്ങളെ അവിടെ വന്ന് അടിക്കാനൊന്നും പോകുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കയ്യിൽ കിട്ടിയായിരുന്നോ? അപ്പോ ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾ അതൊന്ന് ചെയ്താൽ മതി. ഓക്കെ, കാണുന്നുണ്ടോ? യൂണിറ്റ് 1 ആണ്. ചാപ്റ്ററിന്റെ പേര് മോഡേൺ കൺസെപ്റ്റ് ഓഫ് എന്ത് ചെയ്യാതെ തന്നെ ഉച്ചത്തിൽ വായിക്കരുത്, ലൗഡായിട്ട് വായിക്കരുത്, മൈൻഡിൽ റീഡ് ചെയ്യുക. എല്ലാവരും തന്നെ ആ ഫസ്റ്റ് പേജ് ഒന്ന് മനസ്സമാധാനപരമായിട്ട് വായിച്ചിട്ട് വായിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തമ്പ് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീൻ നോക്കി ഒന്ന് എല്ലാവരും റീഡ് ചെയ്യും കേട്ടോ. ഓണാണ്, മൈക്ക് ഓഫ് ചെയ്യട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് ഒക്കെ കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് നിങ്ങള് ഞാൻ പറയുന്നത് കേൾക്കുക. ആ ഫസ്റ്റ് പേജ്, അതായത് ആ ചാപ്റ്റർ തുടങ്ങുന്ന ഫസ്റ്റ് പേജ് റീഡ് ചെയ്യുക. വായിച്ചു കഴിഞ്ഞോ എല്ലാവരുടെയും? എത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണ്? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്നാണ് അവിടെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിത് ഒരാളെ കൊണ്ടൊന്ന് റീഡ് ചെയ്യിക്കട്ടെ. ആരെങ്കിലും റീഡ് ചെയ്യാമോ? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യാമോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ മാം, റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്തോളൂ. Modern concept of health, physical fitness and wellness.
health, physical fitness, and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health is the state of being identical with freedom from disease and illness. They includes a positive fundamental associated with quality of life and ബാക്കി കാണാൻ പറ്റുന്നില്ല ഓക്കെ positive well-being also. ഓക്കെ. ഈ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ഇത് മൂന്നിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് മാം. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം അല്ലെ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡി ഫിറ്റ് ആണ്, ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്. കാര്യങ്ങൾ. വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സന്തോഷം, സമാധാനം അല്ലെ? കേട്ടോ? അപ്പൊ ഇത് മൂന്നും തമ്മിൽ എന്തുണ്ട്? ഒരു കോറിലേഷൻ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇത് മൂന്നും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ടു കെയർ ഫോർ ആൻഡ് മെയിൻറ്റെയിൻ എ ഹാപ്പി ആൻഡ് വർത്തി ഹ്യൂമൻ ലൈഫ്. This can be made possible only by paying consideration to wellness that includes health and physical fitness. അതായത് ഓരോ വ്യക്തിക്കും സന്തോഷത്തോടെ അതുപോലെ തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യ ജീവിതം നയിക്കാനും അതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവര് റെസ്പോൺസിബിൾ ആണ്. നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ? അപ്പൊ എല്ലാ മനുഷ്യർക്കും എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത്? അവരവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവരവരുടെ ശരീരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഹെൽത്തി ബോഡിയും അതുപോലെ തന്നെ ഒരു വെൽനെസ്സും ഉണ്ടാകുക എന്നുള്ളതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ WHO നിങ്ങൾ കേട്ടിട്ടുണ്ടോ? WHO ഫുൾ ഫോം എന്താ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണത്? ആരൊക്കെ കേട്ടിട്ടുണ്ടോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹെൽത്തിന് ഒരു നിർവചനം, ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാം. ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്. കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലെ? ആരോഗ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീങ്. ഓക്കെ. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും, പക്ഷെ അയാൾ മെന്റലി സ്റ്റേബിൾ ആയിരിക്കില്ല. നമുക്ക് അദ്ദേഹത്തിനെ ആരോഗ്യവാൻ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? അല്ലെ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഫിസിക്കൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗമില്ലാതിരിക്കുക, നമ്മൾക്ക് പരിക്കുകൾ ഇല്ലാതിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്ത് പറയുന്നത്. ഓക്കെ. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹെൽത്ത് പറഞ്ഞായിരുന്നോ? ഇല്ല. ഹെൽത്ത് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ വേണം. അതിനകത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, മെന്റൽ ഫിറ്റ്നസ് വേണം, അതുപോലെ സോഷ്യൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, WHO പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് രോഗമില്ലാതിരിക്കുക, പരിക്കുകൾ ഇല്ലാതിരിക്കുക അല്ലെ?
നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ? നമ്മൾ വെല്ലാണോ ആ സമയത്ത്? നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവില്ലേ? അല്ലെ? നമുക്കിപ്പോ ഒരു പനി വന്നു എന്ന് വിചാരിക്കാം, നമ്മളുടെ ശരീരം മൊത്തമായിട്ട് തളരും, നമ്മുടെ മനസ്സിൽ നിഷാദൊന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? ശബ്ദങ്ങൾ കേൾക്കുന്നു, വീട്ടിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സോറി മാം, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ചില കോട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹെൽത്തി മൈൻഡിന്റെ ബോഡി എന്ന് കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? കേട്ടിട്ടില്ലേ? ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോട്ടുകളാണത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾക്ക് ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ശരിയാണോ? ആരോഗ്യമുള്ള മനസ്സ് ശരീരം ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുള്ളൂ, അല്ലെ? ഓക്കെ, അപ്പൊ ആ കാര്യവും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് നേരെ ഹെൽത്തിലോട്ട് പോവാം. എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാലും നോക്കാം. ഓക്കെ, അപ്പൊ ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഹെൽത്ത് ആരാണ് റീഡ് ചെയ്യാം? ചെയ്തോളൂ. Health is a state of being identical with freedom from disease and illness that include a positive fundamental associated with quality of life and positive well-being also. Okay. ഈ ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഐഡന്റിക്കൽ വിത്ത് ഫ്രീഡം ഫ്രം ഡിസീസ് ആൻഡ് ഇൽനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ പോസിറ്റീവ് ഫണ്ടമെന്റൽ. നിങ്ങളത് മ്യൂട്ട് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ടോ മൈക്ക് ഓഫ് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ എക്കോ വരും. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ, ഞാൻ പറയുമ്പോ നിങ്ങൾ ഓൺ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഹെൽത്ത്. Health is the state of being identical with freedom from disease and illness that includes a positive fundamental wellness associated with the quality of life and positive well-being also. ആരോഗ്യം അഥവാ ഹെൽത്ത് എന്ന് പറയുന്നത് രോഗങ്ങൾ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ലൈഫിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവുക, നമ്മുടെ ലൈഫിനെ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ കാണുക, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ രോഗങ്ങൾ ഇല്ലാതിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം നമ്മൾ ഉയർത്തേണ്ടതുണ്ട്, അല്ലെ? കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഉയർത്തണം, അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ലൈഫ് നല്ല രീതിയിൽ ഒരു ഹെൽത്തി വെൽബീയിങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണ്. ഓക്കെ, ഇനി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലേ? നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് ഓൾവേസ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാല്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഫിസിക്കലി ഫിറ്റ് ആവില്ലേ? തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നമ്മള് ഹെൽത്തി ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ,
ആ ഹെൽത്തി ഫുഡിൽ നമ്മൾ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി അത് റിസീവ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ മാറ്റം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു 100 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, 100 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. അയാള് കുറെ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കുറെ അധികം ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ആ 100 കിലോയിൽ എത്തിയത്. ഓക്കെ, പിന്നെ കുറെ നാളത്തേക്ക് ഒരു 2, 3, 6 മാസം വരെ അദ്ദേഹം എന്ത് ചെയ്തു, ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ഫുഡ്, പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, ഹെൽത്തി ഫുഡ് മാത്രം കഴിച്ച് അദ്ദേഹത്തിന്റെ 20 കിലോയോളം കുറച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ച് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ച് നമുക്ക് നമ്മുടെ അതായത് ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാം അല്ലെ. കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് ലീഫി വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തി, ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നല്ല രീതിയിൽ നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് മാത്രം നമുക്ക് എല്ലാമായി പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യും, നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ബോഡി കംഫർട്ടബിൾ ആയിട്ടുണ്ട്, കുറച്ചുകൂടി നമ്മൾ കോൺഫിഡന്റ് ആകും. ഓക്കെ, ഇതൊക്കെ അതിലൂടെ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഹെൽത്തി ബോഡിക്ക് എക്സസൈസ് വേണോ വേണ്ടയോ? നിങ്ങൾ നമ്മള് ശരിക്കും പറഞ്ഞാല് ഈ ചിലവര് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രമാണ് എക്സസൈസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പൊ ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, 100 കിലോ ഉണ്ടായിരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഐഡിയൽ വെയിറ്റ് ആയിട്ടുള്ള 70 കിലോയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോ. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി എക്സസൈസ് ഒക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോ 70 കിലോയിൽ എത്തിയിട്ടുണ്ടാവാം. ആ 70 കിലോയിൽ എത്തിയാലും എന്ത് മുടക്കാനായിട്ട് പാടില്ല? എന്താണ് മുടക്കാൻ? എക്സസൈസ് മുടക്കാൻ പാടില്ല അല്ലെ. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഫിറ്റ്നസ് ഉണ്ടാവും, ഫിറ്റ്നസ് ഉണ്ടാകും, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കുറേയധികം കുറയ്ക്കുക, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മൈൻഡ് റിലാക്സ് ആവും, മൈൻഡ് റിലാക്സ് ആവും, നമ്മള് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കും അല്ലെ. യെസ്. അപ്പോ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സസൈസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ, ലീൻ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നമ്മൾക്ക് ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ചെയ്യാം അല്ലെ. ഇപ്പൊ സാധാരണ 30 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം ആഫ്റ്റർ 30 എന്ന് പറയുന്നത്, ആ ഒരു ഏജ് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, അത് പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും അവരുടെ ബോഡിയിൽ ധാരാളം ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ ഒരു സമയത്ത് മസിൽസ് ഒക്കെ കൂടുതലായിട്ടും എന്താ പറയാ വീക്ക് ആവാനായിട്ട് തുടങ്ങും. കുറച്ച് അസുഖങ്ങൾ, ഹോർമോണൽ ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഈ 2 കൂട്ടർക്കും വരാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും മസ്റ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ടോ എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മസിൽസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് ആ മസിൽ റിഡക്ഷൻ ഒക്കെ ഒഴിവാക്കുന്നതിനും മസിൽസിനൊക്കെ സ്ട്രെങ്ത് ആക്കുന്നതിനും സഹായിക്കും. ഓക്കെ, പിന്നെ എക്സസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ചിലവര് വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാറുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ എല്ലാവരും എക്സസൈസ് ചെയ്യുന്നവരാണോ? എല്ലാവരും ചെയ്യുന്നുണ്ട്, നല്ല കാര്യം അല്ലേ. വെരി ഗുഡ്. എക്സസൈസ് ചെയ്യണം കേട്ടോ, ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ കുറച്ചു നേരം നടക്കുമെങ്കിലും ചെയ്യണം. വീടിന് ചുറ്റോ അല്ലെങ്കിൽ പുറത്തോ കുറച്ചു നേരം വാക്കിംഗ് എങ്കിലും ചെയ്യാം. അപ്പൊ വളരെ നല്ലതാണ്. അതിന്റെ റിസൾട്ട് കുറച്ചു നാൾ കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ ജിമ്മിൽ പോകും. സെക്കൻഡ്
ഓക്കെ, ഞാനിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മുടെ ജയദേവ് സാറ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ സാർ ഇപ്പൊ വരും, സാർ ഇപ്പൊ ക്ലിയർ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീക്ക് കണ്ടാൽ മതിയില്ലേ? ഇതിന്റെ ബാക്കി നമ്മൾക്ക് അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. Okay, thank you so much. Okay, താങ്ക് യു. okay, thank you. ആരും ലെഫ്റ്റ് ആയിട്ട് പോവരുത്, സാർ ഇപ്പൊ കയറും. ഓക്കെ, ഓക്കെ മാം. ഓക്കെ. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ട് വെള്ളം വെച്ചതേ ഉള്ളൂ മാം. അന്നേരം ഉമ്മ വന്നത്. എടാ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ചെയ്യാം.